ഇന്ന് ഞങ്ങൾക്ക് മാന്തലാണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ കറി വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാന്തളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, നുറുക്കിയ പച്ചമുളകും സബോളയും വേപ്പിൻ്റെ ഇലയും ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, സബോളയും, ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് എത്രത്തോളം മിക്സ് ആവണോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളിയും കൂടിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ. മാന്തളായ കാരണം കൊണ്ട് ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മീൻ വെന്തിട്ടൊന്ന് വറ്റട്ടെ. അപ്പോഴേക്കിന് ഞാനിത് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ മീനിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മീനിൻ്റെ മുകളിൽ നമുക്കത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് വറുത്ത് എടുക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് മുളകൊക്കെ കൂട്ടിയിട്ട് ഞാൻ 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നല്ല കരിയൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ഒരു വേവാവണ വരെ നമുക്ക് വേവിച്ചെടുത്തിട്ട് അത് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ആ സൈഡും ഒരുവിധം വേവായാൽ നമുക്ക് ഈ മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തന്നെയാണ് എല്ലാ മീനും വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തത് നമുക്ക് ഇനി മാറ്റി വെച്ചിട്ട് ഇനി മീൻ കറി എന്തായിരുന്നു നോക്കാം കേട്ടോ. അപ്പോൾ മീനിൻ്റെ പാത്രം തുറന്നാക്കിയപ്പോൾ നല്ലപോലെ അത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് വറ്റി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പും മുളക് എന്തെങ്കിലും കുറവുണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വറ്റി വന്നാൽ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ മാന്തൽ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ മാന്തൽ വേവ് അധികം നേരമൊന്നും വേണ്ട. പിന്നെ ഇത് കുറേ തിളപ്പിച്ചുകൊണ്ട് ഇരിക്കൊന്നും വേണ്ട. മാന്തൽ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ.